നമസ്കാരം. കൂട്ടുകാരി, സഹോദരി, സഹധർമ്മിണി, മകൾ, എല്ലാ നന്മകളും പെണ്ണാണ്, അമ്മ പോലും. ഇന്ന് ലോക വനിതാ ദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. റെഡ് കാർപ്പറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വനിതാ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. അപ്പൊ ചേച്ചി, നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഇന്ന് വുമൻസ് ഡേ ആണ്. അപ്പോൾ വനിതാ ദിനം ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ വനിതാ ദിനം എല്ലാ ദിവസവും നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യാണല്ലോ. നമുക്ക് വേണ്ടിയിട്ടൊരു വുമൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടൊരു ദിവസം ആഘോഷിക്കാൻ അങ്ങനെയൊക്കെ വേണോ? എല്ലാ ദിവസവും ആഘോഷിക്കണം. പെണ്ണുങ്ങൾ ഒരു ദിവസം മാത്രം ആഘോഷിച്ചാൽ പോരല്ലോ. അതെ, ഞാൻ സ്ത്രീപക്ഷത്തായതുകൊണ്ട് കൂടുതലും പുരുഷന്മാരുടെ പക്ഷത്തല്ല. എന്നാലും നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ദിവസം വിമൻസ് ഡേ എന്നും പറഞ്ഞിട്ട് ഒരു ദിവസം വെക്കേണ്ട കാര്യമില്ല. പിന്നെ അങ്ങനെ ഒരു ദിവസം വെക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഒന്ന് കൂടുതൽ ആഘോഷിക്കും. ബാക്കിയുള്ള ദിവസം നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ ഫെസ്റ്റിവൽ ഇപ്പം എടുത്താൽ തന്നെ ഇപ്പം ക്രിസ്മസ് ആയാലും ഓണം ഒക്കെ ആയാലും നമുക്കിപ്പം ഓണം വരുമ്പോൾ മാത്രമല്ല നമ്മൾ പായസം വെക്കുക. അല്ല, അത് ശരിയാ. അതിന് മുമ്പ് നമ്മൾ ഒത്തുകൂടുകയും പായസം വെക്കുകയും ഈ പറഞ്ഞ സാമ്പാറും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ വിമൻസ് ഡേ ഒരു ഡേ നമുക്ക് വേണ്ടി സ്ത്രീകൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോടൊപ്പം നമുക്കും അങ്ങോട്ട് ചേരാം. താങ്ക് യു. ഹാപ്പി വിമൻസ് ഡേ. താങ്ക് യു. സെയിം ടു. താങ്ക് യു. ചേച്ചിയുടെ കരിയറിൽ എടുത്തു നോക്കി കഴിയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ജഗതി ശ്രീകുമാർ ചേട്ടന്റെ കൂടെയുള്ള ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ, ജോഷി സാറിന്റെ സിനിമകളിൽ നല്ല നല്ല വേഷങ്ങൾ, ഇതൊക്കെ ഒരു ചേച്ചിയുടെ ഒരു സ്ഥിര സാന്നിധ്യമാണ് അവരുടെയൊക്കെ സിനിമ എന്ന് പറഞ്ഞ്. ജഗതി സാറിന്റെ കൂടെയുള്ള ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാന്ന് പറഞ്ഞ എങ്ങനെയായിരുന്നു? അമ്പിളിച്ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വാക്കുകളില്ല സത്യം പറയുകയാണെങ്കിൽ. ഞാൻ ആദ്യം അഭിനയിക്കുന്ന അമ്പിളിച്ചേട്ടനോടൊപ്പം വാഴുന്നവരാ. അതിൽ തന്നെ അമ്പിളിച്ചേട്ടന് എല്ലാം പ്ലാൻ ചെയ്ത് അഭിനയിക്കാൻ റെഡി ടേക്ക് പോകുന്ന സമയത്ത് അന്ന് റിഹേഴ്സലിൽ കാണിച്ചതല്ല ടേക്കിൽ കാണിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ പുള്ളി അത് ആ സീൻസിൽ അങ്ങനെയാ, എന്നാടാ പോക്കറ്റ് ചെയ്ത് കിട്ടിയ എൻ്റെ അപ്പം അച്ഛൻ്റെ മമ്മിയുടെ ഫോട്ടോയുടെ സ്ഥാനത്ത് മനീഷ കൊയ്രാരുടെ പടം എന്നാണ് കൊച്ചിനിങ്ങനെ എടുത്ത് കാണിക്കുക. കാശാണാടാ എന്ന് ചോദിച്ചാണ്ടാ വരുന്നത്. അപ്പം അല്ലാതെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമ്പോൾ റിഹേഴ്സലിൽ പുള്ളി ഒന്നും കാണിച്ചില്ല. പുള്ളി ആ ടേക്കായപ്പോഴേ ഇങ്ങനെയൊക്കെ കാണിച്ച് പെട്ടെന്ന് ഞാൻ ചിരിച്ചുപോയി. ലാസ്റ്റ് വീണ്ടും ആ റീടേക്ക് എടുക്കേണ്ടി വന്നു. അപ്പം പിന്നെ എനിക്ക് അത് ജോലി സാർ അറിയാമല്ലോ. അത് അന്ന് അങ്ങനെ. പിന്നീട് പിന്നെ പുള്ളി പറയും ഞാൻ അങ്ങനെ അഭിനയിക്കും. പിന്നെ പടങ്ങൾ കുറെ അഭിനയിച്ചപ്പോൾ മനസ്സിലായി പുള്ളി നമ്മളെന്ത് പറഞ്ഞാലും പുള്ളിയുടേതായ കുറെ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളത് മനസ്സിലായി. അതുപോലെ ജഗതി ചേട്ടനെ പേടിച്ച ഒറ്റ ടേക്കിൽ ഓക്കെ സീൻസ് ഒക്കെ ഉണ്ടോ? അങ്ങനെ ഒരു ഇത് കേട്ടു. അമ്പിളിച്ചേട്ടനെ അന്നെന്നൊക്കെ പറയാം എൻ്റെ മോളെ, നമുക്ക് ഇന്ന് നമുക്ക് അഭിനയിക്കാൻ ഇന്നത്തെ ജനറേഷന്റെ സിനിമ അഭിനയിക്കാൻ എളുപ്പമല്ലേ. നമ്മളൊക്കെ അഭിനയിക്കുമ്പം അമ്പിളിച്ചേട്ടനൊക്കെ അഭിനയിക്കുമ്പോൾ ഒരു ക്യാമറയുടെ ശബ്ദമുണ്ട്, ഫിലിം ഓടുന്ന ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെ പെരുപ്പ് ഇവിടെ വന്ന് അടിക്കുന്നത്, ഇവിടെ വന്ന് അത് അടിക്കുന്നത്. അന്നത്തെ കാലത്ത് എങ്ങനെ സിനിമയിൽ അവസരം എന്ന് പറഞ്ഞാൽ നല്ല നടിയല്ല, ഡയലോഗ് പറയുന്നില്ലേ, അവർ മാറ്റി നിർത്തപ്പെടുക. കാരണം എന്താ പറയാ, അയ്യോ അവരെ വിളിക്കണ്ട, അവർ ഫിലിം തിന്നും പറയും. അവരെ വിളിക്കണ്ട. ഇന്ന് ഫിലിം തിന്നാനില്ലല്ലോ, ഇന്ന് എത്ര വേണമെങ്കിലും തിന്ന് അഭിനയിക്കാം. ഞാനൊക്കെ ഈ അമ്പിളിച്ചേട്ടനോടൊക്കെ അഭിനയിക്കുമ്പോൾ ഈ ക്യാമറയുടെ ശബ്ദവും കേട്ട് കൂടെ നിൽക്കുന്നത് ഇത്രയും പ്രഗത്ഭനായ ഒരു ആർട്ടിസ്റ്റിനോടൊപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു മനസാന്നിധ്യവും നമ്മുടെ ഒരു എന്താ പറയാ ആ ഒരു കോൺസെൻട്രേഷൻ ഇല്ലായ്മയൊക്കെ പ്രശ്നമായിരിക്കും. അത്രയും നമ്മൾ ശ്രദ്ധിക്കണം. ആ ഡയലോഗ്സ് പിന്നെ അമ്പിളിച്ചേട്ടൻ കയ്യിൽ നിന്ന് ഡയലോഗ് ഇനി അഥവാ ഇടും, നമ്മൾ ആ മൂമെന്റ് ചിലപ്പോൾ ഇവിടെ നിന്നിട്ടായിരിക്കും, ചിലപ്പോൾ പുള്ളി അങ്ങോട്ട് പുള്ളി കടക്കുമ്പോൾ ഞാൻ എപ്പുറത്തോടെ നീങ്ങേണ്ടത്. അത് എൻ്റെ അന്നത്തെ ഒരു നമ്മൾ മൈൻഡിൽ അത് കറക്റ്റ് ചെയ്യണം. ഇതൊക്കെ ആ സമയത്ത് വരുന്ന സാധനങ്ങളാണ്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യം. പക്ഷെ അമ്പിളിച്ചേട്ടനെ എപ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തോളും നന്നായിട്ട് അഭിനയിക്കുന്നവരെ അമ്പിളിച്ചേട്ടന് ഇഷ്ടമാണ്. കാരണം മയിലാട്ടം എന്ന സിനിമയും മേരിക്കൊണ്ട കുഞ്ഞ് സിനിമയും അത്ഭുത ദ്വീപ് കുറേ പടങ്ങൾ ഞങ്ങൾ മത്സരിച്ച് അഭിനയിച്ച പടമുണ്ട്. കൺമഷി, ഓരോ കാക്കക്കറമ്പൻ. അപ്പോൾ ഓരോ പടങ്ങൾ അഭിനയിക്കുമ്പോഴും ചിലപ്പോൾ ഞാൻ അത് അമ്പിളിച്ചേട്ടനേക്കാളും മുന്നേ കവർ ചെയ്താൽ അമ്പിളിച്ചേട്ടൻ വന്ന് പറയും ആ സീൻ പൊന്നമ്മ കൊണ്ടുപോയി. അങ്ങനെ ഒരു അഭിനന്ദിക്കാനുള്ളൊരു മനസ്സ്. അതാണ് അമ്പിളിച്ചേട്ടൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്. അമ്പിളിച്ചേട്ടൻ അറിയാം. അമ്പിളിച്ചേട്ടൻ്റെ കഥാപാത്രം ഇപ്പം ലാലേട്ടനും അമ്പിളിച്ചേട്ടനും ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ലാലേട്ടനും കൂടെ നന്നായാലേ അമ്പിളിച്ചേട്ടൻ കഥാപാത്രം നന്നാവുള്ളൂ. അതെ. അപ്പോൾ അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ പടമല്ലേ നമ്മുടെ മേരിക്കൊണ്ട് കുഞ്ഞാട് പടം ചെയ്ത് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എന്നെ വന്ന് പുറകിൽ ഞാനിങ്ങനെ വന്ന് പുറകിൽ ഞാൻ കണ്ടില്ല. പൊന്നമ്മോ അമ്പിളിച്ചേട്ടൻ ഞാൻ കണ്ടില്ലായിരുന്നു.
ഞാൻ മേരി കുഞ്ഞാറ് ഡബ് ചെയ്തു. ആ. താൻ കലക്കിയിട്ടുണ്ട് കേട്ടോ, ഉം. സൂപ്പറായിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ടുണ്ട് എന്നോട് പറയാ. അതെ, അങ്ങനെയാണ് ജഗതി ചേട്ടൻ നല്ല പറയുന്നത്. വൃത്തിയായിട്ടുണ്ട് എന്നോട് പറഞ്ഞു. അമ്മ താങ്ക് യു അമ്പിളിച്ചേട്ടാ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ ട്രിവാൻഡ്രത്ത് ഭാഗത്തേറ്റ് വരും, ഞാൻ അമ്പിളിച്ചേട്ടനെ പോയി കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ജനറേഷനിലുള്ളവർക്ക് അത് മിസ് ചെയ്തു, അദ്ദേഹത്തിന്റെ കൂടെ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ റെഡ് കാർപ്പറ്റിൽ വന്ന് പറഞ്ഞാലും തീരത്തില്ല നമ്മുടെ ഓരോ കഥകൾ. കഥകള് ഓരോ വർഷത്തെ കഥകൾ നമുക്ക് പറയാനുണ്ട്, നമുക്ക് തീരുമില്ല ഓരോ കഥകൾ പറഞ്ഞാൽ. അതുപോലെ കഥകളുണ്ട് നമുക്ക്. അമ്പിളിച്ചേട്ടന്റെ കോമഡി ഇന്ന് കണ്ടാലും നമ്മൾ ചിരിക്കും. അങ്ങനെ ചിരിപ്പിക്കാൻ അതിനുശേഷം ആരാ വന്നത്? വന്നിട്ടില്ല. ആ സ്ഥാനവും മോളെ ചില ആൾക്കാരുടെ, നമ്മുടെ മണി, കലാഭവൻ മണി നമുക്ക് ഓർക്കാതിരിക്കാനും പറയാതിരിക്കാനും പറ്റില്ല. മണിയുടെ പാട്ടുകൾ, മണി ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, ഇത്രയും സ്നേഹമുള്ളൊരു ഒരു ക്യാരക്ടർ, അതിനൊന്നും പകരം വെക്കാൻ ആരും ഇല്ല. ആർക്കും ആരും പകരമല്ല, ആകുകയില്ല. തീർച്ചയായിട്ടും എല്ലാം. ഇപ്പം ഞാൻ രാജൻ ബി ദേവ് ദൈവമേ എത്രയോ പടം ചെയ്തു. കൊച്ചിൻ ഖനീഫിക്ക, മുരളിച്ചേട്ടൻ, NF ചേട്ടൻ, നരേന്ദ്രപ്രസാദ് സാറ്, അവരൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. മണി ഞാനിപ്പോഴും ഓർക്കുന്ന അവരൊക്കെ എവിടെയോ ഷൂട്ടിംഗ് സ്ഥലത്തുണ്ട്, എവിടെയോ നമ്മൾ ഒരു ലോകത്തെ ഷൂട്ടിങ്ങിൽ അവരെല്ലാരും ബിസിയാണ്. ഞാനത് അങ്ങനെയാണ് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും. ഇന്ന് നമുക്കിവിടെ അതിഥിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ പെർഫോം ചെയ്യാനല്ല, പക്ഷേ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാനായിട്ട് ഒരു അമ്മയും മകളുമാണ് ഇന്ന് ഈ വനിതാ ദിനത്തിൽ. അമ്മയും മകളുമാണ് വരുന്നത്. നമ്മളെല്ലാവരും ചിലപ്പോഴെങ്കിലും വിചാരിക്കുന്ന ഇപ്പോഴും ആൾക്കാരുണ്ടാവും, ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അത് വലിയ ബാധ്യതയാണ്, അത് ബുദ്ധിമുട്ടാണ്, ആ കുട്ടിയെ വളർത്താൻ പറ്റില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് നമുക്ക് ചില ഇങ്ങനെയുള്ള ആളുകളെ പരിചയപ്പെടുമ്പോഴാണ് മനസ്സിലാവുക. എത്ര കാലം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാൾക്കാരുടെ ഇടയിൽ നിന്ന് ജീവിതം പോരാടിയ ഒരു അമ്മയും മകളുമാണ് ഇന്ന് നമുക്ക് ഇവിടെ വരാൻ പോകുന്നത്. അവരുടെ ജീവിത വിശേഷങ്ങൾ എന്തൊക്കെയാണ്, അവർ അനുഭവിച്ച വേദനകൾ, അതിനിടയിലെ സന്തോഷങ്ങൾ, ഇതെല്ലാം അറിയാനായിട്ട് ഈ വേദിയിലേക്ക് ഞാൻ അവരെ സ്വാഗതം ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇവർ രണ്ടുപേർക്കും, ഇന്ദിരാമ്മയ്ക്കും കീർത്തിക്കും വലിയൊരു കയ്യടി, ഒരു നമസ്കാരം നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അമ്മയ്ക്ക് അതായത് എങ്ങനെയാണ് ഈ ഒരു മകളെ കിട്ടിയത്? എൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഒരു മകള് മൂത്ത കുഞ്ഞിനെ പ്രസവിക്കാൻ മാവേലിക്കര ആശുപത്രി പോയി അവളെ പ്രസവിച്ചു എന്ന് പറഞ്ഞു. ഞാനും ഒന്ന് കാണാം എന്ന് വിചാരിച്ച് ആശുപത്രി ചെന്ന് അവൾ പ്രസവിച്ചു. ആ കുഞ്ഞിൻ്റെ കുട ഇങ്ങനെ പൊക്കി കാണാം. അപ്പോൾ അവൾ പറഞ്ഞമ്മേ കുടയെ പോക്കാൻ മാറട്ടെ, കുഞ്ഞിനെ അവിടെ ഇട്. അമ്മ പോയി. ഒരു പെൺകുഞ്ഞിനെ ഒരാൾ കൊണ്ടുപോയിട്ടുണ്ട്, അടക്കാൻ കൊണ്ടുപോയതാ, മരിച്ചു എന്ന് പറയുന്നു. എങ്കിലും അമ്മയൊന്ന് കണ്ടേരെന്ന് പറഞ്ഞു. ഞാൻ എല്ലാവരും ഓടി പോവാ ശവക്കുഴിയിലോട്ടെ. ഞാനും ചെന്നപ്പോൾ മറവ് ഞാൻ ഇട്ടേക്കുവാ. അപ്പം ഞാൻ ഇങ്ങനെ തുണി കൈ കൊണ്ട് പൂക്കി നോക്കിയപ്പം ഇവിടെ വാനും. ഞാൻ പറഞ്ഞു സാറേ ആ കുഞ്ഞിന് ജീവനുണ്ട്, എന്നെ മണ്ണിടല്ലേ ചേച്ചി, ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ള ഇതേ ഉള്ളൂ, എന്തിനാ എനിക്ക് വളർത്താനാ. അയ്യോ ചേച്ചി എനിക്ക് താല്പര്യമൊന്നുമില്ല, ഇതിനെ കൊണ്ടുപോയിട്ടും കാര്യമില്ല, ഒത്തിരി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കുഞ്ഞാ. അതായത് ആ ജനിച്ചപ്പോഴേ കുഞ്ഞിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തിനാണ് അവര് കുഴിച്ചിടാൻ കൊണ്ടുപോകുന്നത്? കുഞ്ഞ് മരിച്ചെന്നും പറഞ്ഞ് തള്ള അബോർഷൻ ചെയ്ത് കളഞ്ഞിട്ട് പോയി, തലേന്ന് കളഞ്ഞിട്ട് പോയി, പിറ്റേന്ന് ആ നേരത്തായി. എനിക്ക് അന്നേരം തോന്നിയില്ല, ഞാൻ ചോദിച്ചില്ല. ചോദിക്കാതെ ഇതിനെയും കൊണ്ട് പറക്കാവുന്നിടമെല്ലാം പറഞ്ഞു. 2-3 ആശുപത്രി ചെന്നപ്പോൾ അവർ പറഞ്ഞു കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. എവിടെയോ കൈതക്കുഴിയിലാരോ പ്രസവിച്ച് കളഞ്ഞിട്ട് പോയ കുഞ്ഞ്, നിങ്ങൾ എന്തിനാ അതിനെ എടുത്തുകൊണ്ട് നടക്കുമോ, നിങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. ചൂട് വെള്ളം അവരോട് വാവിട്ട് ഞാൻ ചോദിച്ചു, ഇതിന് നാക്കേലും തൊട്ടോട്ട് അവർ തന്നില്ല. വെള്ളം ബക്കറ്റിൽ കിഴക്കൻ തൂക്കായിട്ട് ഇട്ടിട്ട് ഐസ് ഒഴിക്കുക, കൂടെ മരിക്കാൻ. അങ്ങനെ മരിച്ചു എന്നും പറഞ്ഞാൽ ഇവർ ഈ ബക്കറ്റോടെടുത്ത് വിളി കളയുന്നേ. മൂക്കിൽ നിന്നിങ്ങനെ വെള്ളവും കഫവും എല്ലാം ട്യൂബിൽ കൂടെ വലിച്ചെടുത്ത്
കൊടുക്കും. പിന്നെ ചൂട് വെള്ളം വായി തൊട്ട് കൊടുക്കാൻ തോന്നും. അപ്പം ഉമിഞ്ഞിറങ്ങാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 കുപ്പിക്കകത്ത്, അന്ന് ഈ ഗ്ലൂക്കോസ് വരുന്ന അന്ന് കുപ്പിയിലായിരുന്നു, ഇതുപോലെ അങ്ങനെ ആ 3 കുപ്പിക്കകത്ത് ചൂട് വെള്ളം തിളപ്പിച്ച് 2 സൈഡിലും 2 പൊത്തയ്ക്കും വെച്ച് 3 മണിക്കൂർ ഇടവിട്ട് അത് എടുക്കണം. എടുത്തിട്ട് പിന്നെയും വെക്കണം. അങ്ങനെ 120 ദിവസം, 10 ദിവസം ആശുപത്രി കിട്ടി അവരെല്ലാം ശുശ്രൂഷിച്ച് ജീവൻ ഇടിച്ചു തന്നു. അവിടെ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നു. 10 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പം അച്ഛന് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നി. അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലോട്ടാണ് ഞാൻ ആദ്യം ഇവളെയും കൊണ്ട് ചെല്ലുന്നത്. അപ്പം പെങ്ങൾ ചെന്ന് ഞങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു, നീ അങ്ങോട്ട് എണ്ണിച്ച്, എന്താ അടാ ഇന്ത്യക്കൊരു കുഞ്ഞിനെ കിട്ടി. ആണോ പെണ്ണോ? പെണ്ണാണെങ്കിൽ അവളെ എവിടെയാന്ന് വെച്ചാൽ കൊണ്ടുപോകാൻ പറഞ്ഞു. എൻ്റെ വീട്ടിൽ കൊണ്ടുവരണ്ട, നീ അങ്ങനെ പറയരുത്. പെൺകുഞ്ഞാവുമ്പോൾ നീ വയ്യാതെ കിടക്കുമ്പോൾ നിനക്ക് വെള്ളം തരും, അതുകൊണ്ട് പെൺകുഞ്ഞ് തന്നെ ഇരിക്കട്ടടാ. അവളെ നിന്നോട് ചോദിക്കാതായി എടുത്തതെന്നും പറഞ്ഞുള്ള ഒരു വേദന കൊണ്ട്, എന്നാലും നീ ഇതിനെ കളയണ്ട എന്ന് പെങ്ങള് പറഞ്ഞു. അവളാണ് ഇപ്പൊ ഇങ്ങനെ മിടുക്കിയായിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുകളോടെ വന്നതുകൊണ്ടാണോ ഇങ്ങനെ ഇപ്പോ ഈ ഫിസിക്കൽ ബുദ്ധിമുട്ട് വരാൻ കാരണം അത് തന്നെയാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞോ? അതെയോ അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ? ഐസിന്റെ പ്രശ്നമാണോ? ഐസിൻ്റെതുകൊണ്ട് തള്ള 6.5 മാസം വരെയും അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഠിന ശ്രമമായിരുന്നു. എന്തിനായിരിക്കും അവര് അബോർഷൻ ചെയ്യാൻ നോക്കിയതെന്ന് നിങ്ങൾക്ക് അറിയോ? അറിയാം. അവർക്ക് 2 മക്കള് ന്യായമായിട്ടുള്ളതുണ്ട് ഭർത്താവിൻ്റെ. അനിയനെ ഏൽപ്പിച്ചിട്ടാണ് ചേട്ടൻ ഗൾഫിന് പോകുന്നത്. അപ്പോൾ അനിയൻ സമ്പാദിച്ച സമ്പാദ്യമാണ്. അതുകൊണ്ട് അവർക്കത് അന്നേരം 2 കുടുംബവും തകരരുത്, അപ്പം ഇതിനെ അങ്ങ് നഷ്ടപ്പെടുത്തിയേക്കാം. അങ്ങനെ പക്ഷെ അതിന്റെ അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അമ്മ വളരെ കരുതലോടെ കൊണ്ടു നടന്ന ഒരു മകളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ വേറൊരമ്മ ഇങ്ങനെ ചെയ്തു, പക്ഷെ വേറൊരമ്മ നല്ല പൊന്നുപോലെ നോക്കിയല്ലേ. ഈ ലോകത്ത് അങ്ങനെയാണല്ലോ, അമ്മമാരെന്ന് പറയുമ്പോഴും 2 രീതിയിലുള്ള അമ്മമാരെ നമ്മൾ ഇപ്പോഴത്തെ ന്യൂസിലൊക്കെ നമുക്ക് കേൾക്കാം. മക്കളെ ഇട്ടിട്ട് പോകുന്ന അമ്മമാരുണ്ട്, ഏത് പ്രതിസന്ധിയിലും മക്കൾക്ക് വേണ്ടി കൂടെ നിൽക്കുന്ന ഇന്ദിരാമ്മയെ പോലുള്ള അമ്മമാരുണ്ട്. അപ്പോൾ ശരിക്കും കീർത്തിക്ക് ഭാഗ്യം കിട്ടി. 26 വയസ്സുണ്ട്. 26 വയസ്സ്. ഈ 26 വയസ്സ് കൊണ്ടും ചോറ് വാരി കൊടുക്കുക. അശ്ശോ. അപ്പം ഈ കീർത്തിയുടെ കാര്യങ്ങൾ പറയൂ. അതായത് കീർത്തിയുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ വീട്ടിൽ തന്നെ ഒരു കടമുറി ഇങ്ങനെ പണിഞ്ഞിട്ടിട്ടുണ്ട്. അതില് കുറച്ച് സാധനങ്ങൾ മേടിച്ചു വെച്ച് ഉപജീവനം നടക്കാം, കച്ചവടം ചെയ്യണം എന്നാണ് ആഗ്രഹം. ഈ പലചരക്ക് കടയാണോ ഉദ്ദേശിക്കുന്നത്? അത് നടത്തണം എന്നാണ് ആഗ്രഹം. എവിടെ വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ +2 കഴിഞ്ഞിട്ട് BA പോയി. BA 1 വർഷം പോയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പോകാൻ പറ്റിയില്ല. BA വരെ പോയി. വെരി ഗുഡ്. പഠിക്കാനൊക്കെ എങ്ങനെയായിരുന്നു അമ്മ? പഠിക്കാൻ മിടുക്കിയായിരുന്നോ മോള്? എനിക്ക് വയ്യാതായതോടുകൂടി അവള് അടി പറഞ്ഞു. എന്നെ നോക്കാൻ പിന്നെ വേറെ ആരും. പിന്നെ എന്റെ ജ്യേഷ്ഠത്തിയുടെ മകനല്ല എന്നാ മകനോ മരുമകൻ, അവരാണ് കൂടെ പിന്നെ സഹായം. അവൻ കൂലിവേലക്കാരന്. അവൻ വേല ചെയ്ത് കൊണ്ടൊന്ന് വേണം എന്നെയും. മരുന്നുകളൊക്കെ ഇപ്പോഴും ഉണ്ടോ? അമ്മയ്ക്കുണ്ട്. അവക്ക് മരുന്ന് വേണ്ട, ഒരു രോഗവും വന്നിട്ടില്ലെന്നുള്ള. ഈശ്വരൻ സഹായിച്ചു അല്ലേ? രോഗങ്ങളൊന്നും വന്നിട്ടില്ല. എനിക്ക് പിന്നാണെങ്കിൽ എന്റെ ഇതുപോലെ കുറെ പേര് ഇങ്ങനെ കണ്ടിട്ട്, വാർത്ത കണ്ടിട്ട് എനിക്ക് വീടില്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് വീട് വെച്ചത് ദിലീപേട്ടനാണ്. വീട് വെച്ചത് ദിലീപേട്ടനാണ്? ഓ, അത് ശരി. അത് കഴിഞ്ഞിട്ട് താക്കോൽദാനത്തിന് ഗണേശ് ചേട്ടനും ദിലീപേട്ടനും കൂടെ വന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് നാളിന് മുമ്പ് ഒരു പ്രോഗ്രാമിൽ ഇതുപോലെ എന്താ പറയുക സർപ്രൈസായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു എനിക്കിനി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഇലക്ട്രിക്കിൻ്റെ വീൽ ചെയർ വേണം പറഞ്ഞു. അപ്പോൾ എനിക്ക് അഡ്മീന്നാണ് നമ്മുടെ സീരിയൽ അഡ്മീന്ന് എനിക്ക്
വീൽ ചെയർ വാങ്ങിച്ചു തന്നു. അത് ശരി. അങ്ങനെ ഒരു ആഗ്രഹത്തിലെ ഒരു വീട്, നിങ്ങൾക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ ഒരു വീട് കിട്ടി. അതുപോലെ കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ട് പോകാനായിട്ട് ഒരു ഇലക്ട്രിക് വീൽ ചെയർ ഭയങ്കര അത്യാവശ്യമാണ്, അതും സ്വന്തമായിട്ട് കിട്ടി. അപ്പോൾ ഇപ്പൊ കുറച്ചും കൂടി ലൈഫ് അല്ലെങ്കിൽ ജീവിതം ഈസി ആവുന്നുണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ കട എന്ന് പറയുന്ന ആ ഒരു സ്വപ്നവും കൂടിയാണ് ഇനി സാക്ഷാത്കരിക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അതിന് വേണ്ടിയിട്ടുള്ള കൂടെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ടെന്ന് വിചാരിക്കുന്നു. അവരെ എല്ലാവരെയും നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ മരുമോനാ അത്. നമസ്കാരം, എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ചേട്ടന്റെ പേര്? എന്റെ പേര് രതീഷ്. രതീഷ്. അവിടെ നാട്ടിൽ തന്നെയാണോ ജോലി? നാട്ടിൽ തന്നെയാണ്, കൂലിവേലയാണ്. അതെ. അപ്പം എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ ഇവർക്കും കൂടി വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ജോലിയും കൂടി എടുക്കേണ്ട ഒരു ഇതാണ് അല്ലേ? കുഴപ്പമില്ല, അത് ഹാപ്പി ആയിട്ട് അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. ചേട്ടന്റെ ഫാമിലി, വൈഫ്, കുഞ്ഞ്. വൈഫിന്റെ പേരോ? ഹിമ. ഹിമ. ഹിമ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഹൗസ് വൈഫാണ്. ഇത് മോള്. മോളുടെ പേരെന്താ? ഗ്രീഷ്മയാ? ദക്ഷിണ. ശരി. അപ്പം ചേട്ടാ, അതായത് ഇനിയിപ്പം ഇവർക്ക് രണ്ടുപേർക്കും കൂടി വേണ്ടിയിട്ടാണ് ചേട്ടന്റെയും കൂടി ഒരു ജീവിതം. പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് അതൊരു പൂർണ്ണതയിലേക്ക് ആവുള്ളൂ. എന്നാലും ചേട്ടന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയൊരു സപ്പോർട്ട് കൊടുക്കുന്നത് അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം പലപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ, നമുക്കൊരു ഭാര്യ മക്കളൊക്കെ ആയി കഴിയുമ്പോൾ ബാക്കിയുള്ള പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയാണ്. പക്ഷെ ചേട്ടൻ അങ്ങനെയല്ല. ഇനി ഇതാരാണ് കൂടെ വന്നിരിക്കുന്നത്? നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്. ഫാമിലി ഫ്രണ്ടാണ്. പേര്? വിഷ്ണു. വിഷ്ണു. വിഷ്ണു എന്ത് ചെയ്യുന്നു? ഞാൻ ഡ്രൈവറാണ്. ആ നാട്ടിൽ അവിടെ തന്നെ? അവിടെ തന്നെ. ഓക്കെ. ഇത് ഗൗരി. ഗൗരി. ഗൗരി പഠിക്കുകയാണോ? ഏതിലാ? +2 പഠിക്കുന്നു. അപ്പം അനീത്തി കുട്ടിയാണ് കീർത്തിയുടെ അല്ലേ? ഒരു പരസഹായി. അപ്പം പൊന്നമ്മ ചേച്ചി, ഈ ഒരു ഫാമിലിയെ പരിചയപ്പെട്ടതിപ്പോ എന്താണ് ചേച്ചിക്ക് ഇവരോട് പറയാനുള്ളത്? ഈ അമ്മയെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതെ അതെ അതെ. ഇത്രയുള്ളൊരു കുഞ്ഞിനെ ഇത്രയും വളർത്തി ആളാക്കി നമുക്ക് പറ്റുക. ഒരു വർഷം മുഴുവൻ പാലായി കൊണ്ടുപോയി തിരുമിച്ച്. ഇനി ഈ ലോകത്ത് ചെയ്യാനൊന്നും അല്ല, കൊച്ച അന്ന് കുഴിച്ചു മൂടിയിരുന്നെങ്കിൽ ഇന്നത് ജീവനോടെ ഉണ്ടാവില്ല. അത് ഈ അമ്മ വളർത്തി ഈശ്വരതൊക്കെ ഒരു നിയോഗമാണെന്നേ. അവര് പ്രസവിച്ചത് വേറൊരാള് കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചു. അമ്മ കാത്തത് എന്നാലേ പൊന്നിനെ ഞാൻ കൊണ്ട് നോക്കിക്കോളാന്നും പറഞ്ഞ അമ്മ കൊണ്ടുപോയി. അതും നമുക്ക് അമ്മയുടെ സ്ഥിതി പറയുമ്പോ തന്നെ അറിയാം, അങ്ങനെ വലിയ പൈസയോ ഒന്നുമില്ല. നാളെ എന്താവും, ഭാവി എന്താവും, ഭർത്താവ് എന്ത് പറയും, ഞാൻ എങ്ങനെ കുഞ്ഞിനെ വളർത്തും, ഇതൊന്നും ആലോചിക്കാതെ എങ്ങനെ അത് പൂർണ്ണമായിട്ടും ആ കുഞ്ഞിനെ എടുത്ത് സംരക്ഷിക്കാൻ തോന്നി എന്നുള്ളത്, അത് ശരിക്കും പറഞ്ഞ ഒരു വലിയ മനസ്സുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ. അത് അമ്മയ്ക്ക് അങ്ങനെ ബ്ലെസ്സിങ് ഉണ്ടായതുകൊണ്ട് കൊച്ച് നമ്മുടെ കൈകളിൽ കിട്ടി. അതെ അതെ. ചിലപ്പം ഈ ഒരു പ്രോഗ്രാം ആരെങ്കിലും കാണുമ്പോൾ ഇതിൽ നിന്നും ഒരുപാട് പേര് നിങ്ങളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് സഹായിക്കാൻ വരണം. അതെ അതെ അതെ. ഇതൊക്കെയാണ് കാണേണ്ടത്, ഇവരെയൊക്കെയാണ് സഹായിക്കേണ്ടത്. അതെ. വളരെ ശക്തമായിട്ട് കാര്യങ്ങൾ, തീരുമാനങ്ങൾ എടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മ, ഒരു ഭാര്യ ഒക്കെയാണ്. അപ്പം ഇന്ദിരാമ്മയെ പോലുള്ളവരെ ഈ വനിതാ ദിനത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ കീർത്തിയെയും പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷം. ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഞാൻ പ്രേക്ഷകരോട് എല്ലാവരോടും പറയുന്നു, ഈ റെഡ് കാർപ്പറ്റിലൂടെ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഈ അമ്മയും മോളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല. നമ്മളിപ്പോൾ ഇതിനകത്തിലൂടെയാണ് ജസ്റ്റ് ഞാൻ പരിചയപ്പെടുന്നത്. അവരുടെ കഥകൾ ഒക്കെ നിങ്ങളോട് ഒരുപാട് ഇരുന്ന് പറയുന്നുണ്ട്. പ്രേക്ഷകരെക്കാൾ കഴിയാവുന്നത് അവരെ നിങ്ങൾ സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം. ഇതൊന്നും കണ്ണടച്ചിരിക്കുക, ഇതൊക്കെ കാണണം. നിങ്ങളൊക്കെ ഒന്ന് ഒരു കൈ സഹായിച്ചാൽ മതി, രക്ഷപ്പെടും. അതെൻ്റെ ഒരു അപേക്ഷയായിട്ട് ഞാൻ പറയുക ഇവർക്ക് വേണ്ടിയിട്ട്. അതെ. അപ്പോൾ നമ്മൾക്കും ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ മുന്നോട്ട് പോവാം. ആൻഡ് കീർത്തിക്ക് ഇനി പാട്ടൊക്കെ പാടുവോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പാട്ട് അല്ലെങ്കിൽ കവിത അങ്ങനെ എന്തെങ്കിലും പാടും. പക്ഷേ ഇപ്പൊ മടിയാണോ? ഇപ്പൊ വേണ്ട, ഒരു 2 വരി പാടിയാൽ നന്നായിരിക്കില്ലേ ഇന്ദിരാമേ? ഉണ്ട്. രണ്ടുപേര് പാടും. എന്തോ ഇല്ല, ഞങ്ങൾ എവിടെയും പോവില്ല, ഞങ്ങൾ ഇവിടെ തന്നെ കേൾക്കും. 2 വരി പാടിയാൽ മതി, ഇഷ്ടമുള്ളൊരു പാട്ട്. ദുർഗതൻ നാമത്തെ ഉച്ചരിച്ചിടടോ, ദുർഗതി തീരുവാൻ നിത്യമൻ ചിത്തമേ, ഗൗരി നമസ്തുതേ
ദീനനം ദാസനിൽ കൃഷ്ണനായോടക്കൂഴലുമെടുത്തു നീ കൃഷ്ണനായി പറന്നു. കുഴപ്പമില്ല. നന്നായിരുന്നു, പാട് നന്നായിരുന്നു. അതെ, അതായത് ദിവസവും വീട്ടിൽ ചൊല്ലുന്ന ഒരു ദേവീസ്തുതിയാണ്. അപ്പോൾ ആ ദേവി എന്നും കൂടെ ഉണ്ടാവട്ടെ. ആ ദേവിയുടെ അനുഗ്രഹം രണ്ടുപേർക്കും, അമ്മയ്ക്കും കീർത്തിക്കും എപ്പോഴും ഉണ്ടാവട്ടെ. എന്തായാലും ഇവരെ സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒരുപാട് പേര് ഇപ്പോൾ ചുറ്റുമുണ്ട്. ഇനിയും ഒരുപാട് പേര് എത്തട്ടെ. ഈ ഒരു വനിതാ ദിനം സ്പെഷ്യൽ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവിധ പ്രാർത്ഥനകളോടുകൂടി നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. അപ്പം നിങ്ങളെ വീണ്ടും അടുത്തൊരു ദിവസം അല്ലെങ്കിൽ അടുത്തൊരു പ്രാവശ്യം കാണുമ്പോൾ കുറച്ചും കൂടി നല്ല വിശേഷങ്ങൾ പറയാൻ നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം രണ്ടുപേർക്കും, ഇവരുടെ ഫാമിലിക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നമ്മുടെ റെഡ് കാർപ്പറ്റിന് വന്നതിന്. അപ്പൊ ഇനി നമുക്ക് പ്രേക്ഷകരോട് ഒരു ടാറ്റ ബൈ ബൈ പറയാം. ഓക്കെ അമ്മ? ശരി. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ടാറ്റ ബൈ ബൈ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. Costume courtesy for Swastika, Ladies Planet, Perindalmanna and Palakkad. Jewel courtesy for Swastika, Ladies Planet Rental Jewelry.